ഇക്കണോമിക്സിൽ നമ്മൾ യൂട്ടിലിറ്റി എന്ന പോർഷൻ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. എന്താണ് യൂട്ടിലിറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമോഡിറ്റി. ഒരു വസ്തുവിന്, ഉപഭോഗ വസ്തുവിന് ഒരു മനുഷ്യാവശ്യത്തെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവിനെ ഉപയുക്തത യൂട്ടിലിറ്റി എന്ന പദപ്രയോഗം കൊണ്ട് സൂചിപ്പിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ നൽകിയിരിക്കുന്നു. യൂട്ടിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ പവർ ഓഫ് എ കമോഡിറ്റി ടു സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്. ഇൻ ഇക്കണോമിക്സ്, യൂട്ടിലിറ്റി ഈസ് എ മെഷർ ഓഫ് ദ സാറ്റിസ്ഫാക്ഷൻ ഓർ പ്ലഷർ എ കൺസ്യൂമർ റിസീവ്സ് ഫ്രം എ ഗുഡ് ഓർ സർവീസ്. ഒരു ഉപഭോഗ വസ്തു ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സേവനം പ്രയോജനപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയുടെയോ സന്തോഷത്തിൻ്റെയോ പേരാണ് യൂട്ടിലിറ്റി. ഇതാണ് സാമ്പത്തിക ശാസ്ത്രം പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു പദപ്രയോഗമാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എന്നിവ. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് നമ്മൾ ഉപഭോഗം ചെയ്തോ അവയിൽ നിന്നെല്ലാം കൂടി ആകെ കിട്ടിയ യൂട്ടിലിറ്റികൾ കൂട്ടിയെടുത്ത് കിട്ടുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ ഒരു അഡീഷണൽ യൂണിറ്റ് നമ്മൾ പിന്നെയും കൺസ്യൂം ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു അഡീഷണൽ യൂണിറ്റ് കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ ലഭിക്കുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കാരണം മാർജിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അതിർത്തി, ഇപ്പോഴത്തെ അതിർവരമ്പ്, സീമ. ആ അതിർവരമ്പ് അഥവാ സീമ എന്ന വാക്കിൻ്റെ അപ്പുറത്തേക്കുള്ളത് എന്നാണ്. അതിർത്തി ക്രോസ് ചെയ്ത് വീണ്ടും ഒരു യൂണിറ്റ് കൂടി കൺസ്യൂം ചെയ്യാൻ ഉപഭോക്താവ് ഒരുങ്ങിയാൽ അതിൽ നിന്ന് അയാൾക്ക് ഒരു അധിക സംതൃപ്തി കിട്ടുന്നുണ്ട്. ആ അധിക സംതൃപ്തിയെ പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് വൺ മോർ യൂണിറ്റ്. ഇനി കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന ആശയമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം? ഉപഭോക്തൃ സംതൃപ്തി. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം പുതിയ കണ്ടിന്യൂവേഷൻ ഇതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ആശയം ഇങ്ങനെയാണ് പറയുന്നത്. യൂട്ടിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ പവർ ഓഫ് എ കമോഡിറ്റി ടു സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുന്നതും യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. Utility of a commodity is the total amount of psychological satisfaction that a person gets from the consumption of a good or service. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു ഉപഭോഗ വസ്തു അല്ലെങ്കിൽ ഒരു സേവനം പ്രയോജനപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് മനഃശാസ്ത്രപരമായി എത്രമാത്രം അളവിൽ സംതൃപ്തി കിട്ടുന്നോ അതിൻ്റെ പേരാണ് യൂട്ടിലിറ്റി. ഇതാണ് സാമ്പത്തിക ശാസ്ത്രം പറയുക. ഉദാഹരണത്തിന്, എ തേഴ്സ്റ്റി പേഴ്സൺ ഡിറൈവ്സ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഡ്രിങ്കിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ദാഹിച്ചു വലഞ്ഞ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ സംതൃപ്തി അതിലൂടെ ലഭിക്കുന്നു. സോ എ ഗ്ലാസ് ഓഫ് വാട്ടർ ഹാസ് ഗോട്ട് യൂട്ടിലിറ്റി ഫോർ ദ തേഴ്സ്റ്റി പേഴ്സൺ. ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാഹിച്ചു വലഞ്ഞ മനുഷ്യൻ്റെ കാര്യത്തിൽ സംതൃപ്തി നൽകാൻ അതിന് കഴിവുണ്ട്. യൂട്ടിലിറ്റി ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു വ്യക്തിക്ക് ഉള്ള പ്രയോജനമല്ല മറ്റൊരു വ്യക്തിക്ക് ഉള്ളത്. സോ യൂട്ടിലിറ്റി എന്നത് വ്യക്തിയധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കും. അത് സബ്ജക്റ്റീവാണ് എന്നും പറയാം. അങ്ങനെയാണ് യൂട്ടിലിറ്റി പേഴ്സൺ ടു പേഴ്സൺ മാറും. യൂട്ടിലിറ്റി സബ്ജക്റ്റീവാണ്. ഒരു വ്യക്തിക്ക് തോന്നുന്ന പ്രയോജനമല്ല മറ്റൊരു വ്യക്തിക്ക് തോന്നുന്നത് എന്നർത്ഥം. അതായത് യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ് ആൻഡ് കനോട്ട് ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. യൂട്ടിലിറ്റി ഒരു സബ്ജക്റ്റീവായ ആശയമാണ്. അതിനെ ക്വാണ്ടിറ്റേറ്റീവായി അളക്കാൻ കഴിയില്ല. എങ്കിലും യെറ്റ് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ യൂട്ടിൽസ്. യൂട്ടിലിറ്റി അളക്കാനായിട്ട് നമ്മളൊരു അളവുകോൽ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പേരാണ്, ആ യൂണിറ്റിൻ്റെ പേരാണ് യൂട്ടിൽ. ഭാരമളക്കാൻ കിലോഗ്രാം ഉപയോഗിക്കുന്നത് പോലെ, നീളമളക്കാൻ സെൻറ്റിമീറ്റർ മീറ്റർ ഉപയോഗിക്കുന്നത് പോലെ പ്രയോജനം, ഒരു വസ്തു ഉപയോഗിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് യൂട്ടിൽ. ആൽഫ്രഡ് മാർഷൽ ഇങ്ങനെ നിർദ്ദേശിച്ചു. ഹി സജസ്റ്റഡ് ദാറ്റ് the measurement of utility should also be done in monetary terms. യൂട്ടിലിറ്റിയെ നമുക്ക് സംഖ്യയായി മാത്രമല്ല പണത്തിൻ്റെ രൂപത്തിലും അളക്കാൻ സാധിക്കും. ബൈ കൺവേർട്ടിങ് യൂട്ടിൽ ഇൻ ടു മണി. യൂട്ടിലിനെ പണത്തിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോമുല. അതിനൊരു ഫോളോയിങ് ഫോമുല, ഒരു താഴെ പറയുന്ന ഒരു ഫോമുല അദ്ദേഹം നൽകുന്നു. യൂട്ടിലിറ്റി ഇൻ മണി ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഇൻ യൂട്ടിൽ ഡിവൈഡഡ് ബൈ യൂട്ടിലിറ്റി ഓഫ് എ റുപ്പി. അതായത് യൂട്ടിൽ
എന്ന അളവിൽ യൂട്ടിലിറ്റി ആദ്യം അളക്കുക. എന്നിട്ട് ആ അളവിനെ രൂപയുടെ യൂട്ടിലിറ്റി കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള സംഖ്യാപരമായ യൂട്ടിലിറ്റിയെ പണപരമായ യൂട്ടിലിറ്റിയായി കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയും എന്ന് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു. സോ യൂട്ടിലിറ്റി എന്താണ്? ഒരു വസ്തു, ഒരു ചരക്ക്, ഉപഭോഗ വസ്തു, അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംതൃപ്തി, പ്രയോജനം. യൂട്ടിലിറ്റി ഓഫ് എ റുപ്പി ക്യാൻ ബി അസ്യൂംഡ് ടു ബി എനി നമ്പർ സച്ച് ആസ് 1, 2, 3. ഒരു രൂപയുടെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റിയെ നമ്മൾ അളക്കുമ്പോൾ അതിൻ്റെ എണ്ണത്തെ, യൂട്ടിലിറ്റിയെ നമുക്ക് 1 എന്നോ 2 എന്നോ 3 എന്നോ ഏത് വേണമെങ്കിലും നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാം. ലെറ്റ് യൂട്ടിലിറ്റി ഓഫ് എ റുപ്പി ഈസ് അസ്യൂംഡ് ടു ബി 2 യൂട്ടിൽസ്. ഒരു രൂപയുടെ കൊണ്ട് ഒരു രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് 2 യൂട്ടിൽ സംതൃപ്തി കിട്ടുന്നു എന്ന് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ നമുക്ക് ഒന്ന് സങ്കല്പിക്കാം. എങ്ങനെയാണ്? 1 രൂപ ഒരാൾക്ക് ലഭിക്കുമ്പോൾ അയാൾക്ക് 2 യൂട്ടിൽ സന്തോഷം, പ്രയോജനം അതിൽ നിന്ന് കിട്ടുന്നു എന്ന് വിചാരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ 10 യൂട്ടിൽ ആണ് അയാൾക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര രൂപ കിട്ടിയാലാണ് അയാൾക്ക് 10 യൂട്ടിൽ പ്രയോജനം, സന്തോഷം ഫീൽ ചെയ്യുക? 10 എന്ന ആ യൂട്ടിൽ എന്ന യൂണിറ്റിനെ 1 രൂപയുടെ യൂട്ടിൽ 2 എന്ന് നമ്മൾ സങ്കല്പിച്ചു. ആ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 രൂപ ഉണ്ടെങ്കിലാണ് ഈ 10 യൂട്ടിൽ പ്രയോജനം അയാൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പണപരമായ യൂട്ടിലിറ്റിയെ കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഇക്വേഷൻ എന്ന് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നു. ആൽഫ്രഡ് മാർഷൽ നമുക്കറിയാം, പഴയ കാലത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് വെൽഫെയർ എക്കണോമിക്സിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്. ആഡം സ്മിത്തിന് ശേഷം ആൽഫ്രഡ് മാർഷലിൻ്റെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് ലോകം കൂടുതലായിട്ടും ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്ക് നോക്കാം, മാർജിനൽ യൂട്ടിലിറ്റി. അതായത് നിലവിലുള്ള മാർജിൻ ക്രോസ് ചെയ്ത് പിന്നെയും ഒരു അഡീഷണൽ യൂണിറ്റും കൂടി കൺസ്യൂം ചെയ്യാൻ ഉപഭോക്താവ് തീരുമാനിച്ചാൽ അയാൾക്ക് അതിൽ നിന്ന് ഒരു അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു അധിക സംതൃപ്തി കിട്ടും. അതിൻ്റെ പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ അഡീഷൻ ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയോടുള്ള അഡീഷൻ അഥവാ വർധനമാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി. ഒരു കൊമോഡിറ്റി അധികമായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന പ്രയോജനമാണിത്. It can also be defined as a utility from the last unit of a commodity consumed. അതിനെ മറ്റൊരു രീതിയിലും പറയാം, അവസാനത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന അധിക പ്രയോജനമാണ് എന്നും പറയാറുണ്ട്. ഇനി let us explain the concept of marginal utility with the help of an example. മാർജിനൽ യൂട്ടിലിറ്റി എന്ന ആശയം നമുക്കൊരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിശദമാക്കാം. സപ്പോസ് a consumer gets a total utility of 10 utils. ഒരു ഉപഭോക്താവിന് 10 യൂട്ടിൽ പ്രയോജനമാണ് ആകെ കിട്ടുന്നത്. എങ്ങനെ? ഫ്രം ദ കൺസംഷൻ ഓഫ് ആൻ ഓറഞ്ച്. ഒരു ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ, ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് 10 യൂട്ടിൽ പ്രയോജനമാണ് കിട്ടുക എന്ന് വിചാരിക്കുക. സപ്പോസ് ആൻഡ് 18 യൂട്ടിൽസ് ഫ്രം 2 ഓറഞ്ചസ്. എന്നാൽ 2 ഓറഞ്ച് കഴിക്കുമ്പോൾ 18 യൂട്ടിലാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത? അവിടെ നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ ഓറഞ്ചിൽ നിന്ന് 10 യൂട്ടിൽ പ്രയോജനം കിട്ടി, രണ്ടാമത്തെ ഓറഞ്ചിൽ നിന്ന് 8 യൂട്ടിൽ പ്രയോജനമേ കിട്ടിയുള്ളൂ. ഹി ഗെറ്റ്സ് 8 യൂട്ടിൽ അഡ്വാൻറ്റേജ് ഫ്രം കൺസംഷൻ ഓഫ് സെക്കൻഡ് ഓറഞ്ച്. സോ അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത് കഴിച്ചപ്പോൾ, അഡീഷണലായിട്ട് ഒരെണ്ണം കൂടി കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പ്രയോജനം എന്ന് പറയുന്നത് ആ അഡീഷണലായി കിട്ടിയ ആ 8 എന്ന സംഖ്യയാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സെക്കൻഡ് ഓറഞ്ച് ഈസ് 8 യൂട്ടിൽ. സെക്കൻഡ് ഓറഞ്ചിൻ്റെ യൂട്ടിലിറ്റി 8 യൂട്ടിലാണ് എന്ന് നമുക്ക് പറയാം. മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. മാർജിനൽ യൂട്ടിലിറ്റിയെ നമുക്ക് ഇതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റിയെയും മാർജിനൽ യൂട്ടിലിറ്റിയെയും ഗ്രാഫിൽ വരച്ച് കാണിക്കാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന ടേബിള് അഥവാ ഷെഡ്യൂള്, അതിൽ ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉപഭോക്താവിന് 85 യൂട്ടിലാണ് പ്രയോജനം കിട്ടുന്നത് എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും രണ്ടാമത്തേതിൽ നിന്ന് അദ്ദേഹത്തിന് അധികമായി 85 യൂട്ടിൽ കിട്ടുന്നില്ല, 79 യൂട്ടിൽ പ്രയോജനമേ കിട്ടുന്നുള്ളൂ. കാരണം അതേ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒന്നാമത്തേതിൻ്റെ അത്രയും പ്രയോജനം അപ്പോൾ തന്നെ ഉടനെ അത് വീണ്ടും ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് കിട്ടില്ല. കാരണം അദ്ദേഹത്തിന് രണ്ടാമത്തേതിനുള്ള ഉപയുക്തത, പ്രയോജനം കുറയും എന്നർത്ഥം. കാരണം യൂട്ടിലിറ്റി ഇടിഞ്ഞു താഴും ഓരോ അധിക യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി എക്സ്ട്രാ ഇപ്പോൾ പുതിയത് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ അഡീഷണൽ യൂണിറ്റ് അപ്പോൾ രണ്ടാമത്തേതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി 79 ഇപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് കാണുക? ഈ ആദ്യത്തേതിൻ്റെതും രണ്ടാമത്തേതിൻ്റെയും കൂടി കൂട്ടിയെടുക്കുമ്പോഴാണ് ടോട്ടൽ 364 എന്ന് കിട്ടുന്നു. മനസ്സിലായോ?
അപ്പോൾ 2-ന് നേരെ 2 എന്ന ഗ്രാഫിൽ ഒന്നാമത്തേതിന് നേരെ ഇതാണ് 1 നേരെ 85 മാർക്ക് ചെയ്യുന്നു, 2-ന് നേരെ 165 ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. വീണ്ടും മൂന്നാമത്തെ യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ 73 അദ്ദേഹത്തിന് കിട്ടിയ അധിക പ്രയോജനം. സോ മൂന്നാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ 73 അധികം പ്രയോജനം കിട്ടിയത്. അപ്പോൾ അധിക പ്രയോജനം എന്നുള്ളിടത്ത് നമുക്ക് മൂന്നാമത്തേതിൻ്റെ ഇവിടെയാണ് ഏകദേശം 2-നും 4-നും ഇടയ്ക്കാണ് 3 വരിക. 73 ഇവിടെയാണ് അധിക പ്രയോജനം. മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ അടയാളപ്പെടുത്താം. എന്നാൽ ടോട്ടൽ യൂട്ടിലിറ്റി നോക്കിയാൽ മൂന്നാമത്തേത് യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയ 3 ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ആകെ പ്രയോജനം കൂട്ടിയെടുക്കുന്നതാണ് ടോട്ടൽ. 85 + 79 + 73 = 237 എന്ന് കിട്ടുന്നു. ഇപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായി? 237. ആ 237 മൂന്നാമത്തേതിന് നേരെ, ഇതാണ് 3 എന്ന് പറഞ്ഞു കണ്ട്, മൂന്നാമത്തേതിന് നേരെ മാർക്ക് ചെയ്യുന്നത് 237 കണ്ടോ, നേരെ മാർക്ക് ചെയ്യുന്നുണ്ടോ. 3 ഇവിടെയാണ്, വൈ ആക്സിസിൽ നോക്കുമ്പോൾ ഇതാ ഇവിടെ 237 ഇവിടെയാണ്. ഇനി നാലാമത്തെ എണ്ണം അതേ സാധനം തന്നെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം കഴിച്ചപ്പോൾ കിട്ടിയ 85 പ്രയോജനം കിട്ടുന്നില്ല. നാലാമത്തേത് കഴിക്കുമ്പോൾ 66ൻ്റെ യൂട്ടിലിറ്റിയാണ്, പ്രയോജനമാണ് കിട്ടുന്നത്. അപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ ലാസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയ ആ എക്സ്ട്രാ പ്രയോജനം എന്ന് പറയുന്നത് വെറും 66 ചുരുങ്ങി. നോക്കൂ, ഇതുവരെയുള്ള ടോട്ടൽ യൂട്ടിലിറ്റികൾ നോക്കുക. 4 യൂണിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് 85ൻ്റെ പ്രയോജനം, 79ൻ്റെ പ്രയോജനം, 73ൻ്റെ പ്രയോജനം, 66ൻ്റെ പ്രയോജനം കിട്ടിയിരിക്കുന്നു. ഈ 4 സംഖ്യകളും കൂടി കൂട്ടിയെടുക്കുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് 303 ഈ 4 കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത്. ഈ 303 അദ്ദേഹത്തിന്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വരയ്ക്കുന്ന ഗ്രാഫ് ഇതാണല്ലോ. താഴത്തേത് മാർജിനൽ യൂട്ടിലിറ്റി വരയ്ക്കുന്ന ഗ്രാഫാണ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വരയ്ക്കുന്ന ഗ്രാഫിൽ 4 എന്ന സംഖ്യയുടെ നേരെ 303 എന്ന് ഏകദേശം 300ൻ്റെ ആ വരയായിട്ട് തൊട്ടരികിൽ തന്നെ 303 വരെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ താഴോട്ട് എല്ലാം മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും നമുക്ക് ഇതുപോലെ ഒരു കർവിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. ടോട്ടൽ യൂട്ടിലിറ്റിയും നമുക്ക് ഇതുപോലെ ഒരു കർവിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. രണ്ടും 2 രീതിയിലാണ്, 2 ഡയറക്ഷനാണ്. ടോട്ടൽ യൂട്ടിലിറ്റി താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു, പോസിറ്റീവ് ഡയറക്ഷനിലാണ്. എങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി മുകളിൽ നിന്ന് താഴേക്ക് ഇടിഞ്ഞു താഴുന്നു, നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ഇത് രണ്ടും വേണമെങ്കിൽ ഒറ്റ ഗ്രാഫിൽ വരച്ചാൽ മുൻപോട്ടും താഴോട്ടും മുകളിലേക്കും താഴേക്കും വരെ ഒരുമിച്ച് നമുക്കിവിടെ കാണിക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ആവർത്തിച്ച് കേൾക്കുക. ഈ ടേബിൾ ഒന്ന് വരച്ച് നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ച് നോക്കുക, വരച്ച് വയ്ക്കുക. നോട്ട്ബുക്കിൽ വരയ്ക്കണം ഈ ടേബിൾ. എന്നിട്ട് ആ ടേബിളിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ഈ ഗ്രാഫ് രണ്ടിൻ്റെയും, ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഗ്രാഫും മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഗ്രാഫും നിങ്ങൾ വരയ്ക്കണം. ഇത് വരച്ചു കഴിഞ്ഞാൽ മാത്രമാണ്, അത് ചെയ്തു നോക്കിയാൽ മാത്രമാണ് നമുക്ക് അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം ആയില്ല. താങ്ക് യു.